കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകരുടെ ഫ്രസ്ട്രേറ്റഡ് സോളിന് മാനേജ്മെന്റിനോട് പറയാനുള്ള വാചകം ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും ആരാധകരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷവും വികാരവും എല്ലാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ തുടങ്ങാൻ, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ ഇനി കേവലം ഒരു മാസം കൂടി കഷ്ടിച്ച് അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. തൃപ്പൂണിത്തുറയിൽ പണി നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് നോച്ച് സ്ട്രൈക്കർ സൈനിങ് ആരാണ് എന്നതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. സ്റ്റീവൻ ജോവാറ്റിക് എന്ന സൂപ്പർ സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സൂപ്പർ താരത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൈം ടാർഗറ്റ് അദ്ദേഹം തന്നെയാണ്. പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള ഡിസ്കഷനുകളും വിലപേശലുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റീവൻ ജോവാറ്റിക്കിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഇൻ സച്ച് എ കേസ് അദ്ദേഹത്തിനെ കിട്ടിയില്ല എങ്കിൽ അതേ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി മറ്റ് രണ്ട് താരങ്ങളുമായി കൂടെ ഒരേ സമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് പ്രൈം ടാർഗറ്റ് ആയിട്ടുള്ള സ്റ്റീവൻ ജോവാറ്റിക്കുമായിട്ട് ചർച്ചകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് യൂറോപ്യൻ സ്ട്രൈക്കേഴ്സുമായിട്ടും, യൂറോപ്യൻ ആണെന്ന് അറിയില്ല, രണ്ട് ഫോറിൻ സ്ട്രൈക്കേഴ്സുമായിട്ട് കൂടി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ 3 താരങ്ങളുണ്ട്. ഈ 3 താരങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. അപ്പം ജോവാറ്റിക്കിനെ കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. പക്ഷേ ജോവാറ്റിക്കിനോടും മികച്ചവരായിരിക്കില്ല അദ്ദേഹത്തിന്റെ പകരക്കാരായി നോക്കുന്ന രണ്ട് താരങ്ങൾ എന്നുള്ളൊരു വസ്തുത കൂടി, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ജോവാറ്റിക്കിനെ കിട്ടണേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അദ്ദേഹത്തിനെ കിട്ടിയില്ല എങ്കിൽ ബാഗ് ചെയ്യാൻ രണ്ട് താരങ്ങളുമായിട്ട് കൂടി ബ്ലാസ്റ്റേഴ്സ് പാരലായിട്ട് സമാന്തരമായിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നടത്തട്ടെ. ഇനി ഒരു സീസൺ കൂടിയേ ഉള്ളൂ. യൂറോപ്പിൽ നിന്നൊരു താരം ഇങ്ങോട്ട് വന്ന് ക്ലൈമാറ്റിക് കണ്ടീഷൻസുമായിട്ട് സെറ്റ് ആവണം, പുതിയ പരിശീലകന്റെ സിസ്റ്റവുമായിട്ട് അഡാപ്റ്റ് ആവണം, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റമായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ആവുന്ന ഒരു താരത്തിനെ കണ്ടെത്തി കൊണ്ടുവരേണ്ടതാണ്. ജോവാറ്റിക്കാണെങ്കിൽ പൊളിച്ചേനെ. ഒരു മാസമേ ഉള്ളൂ. ഇവന്മാർ ഇത് എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല.